ഷെൽവീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോർക്കിറച്ചി വരട്ടാൻ പോവുകയാണ്. പോർക്കിറച്ചി എങ്ങനെ വരട്ടിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക്. കുറച്ച് പോർക്കിറച്ചി വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇത് നമ്മളൊന്ന് വരട്ടിയെടുക്കാൻ പോവുകയാണ്. നമുക്കിതൊന്ന് വരട്ടിയെടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് തേങ്ങക്കൊത്തിട്ട് കൊടുക്കാം. കുറച്ച് കശുവണ്ടി പരിപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് കോരി മാറ്റാം. തക്കോലം കറുവപ്പട്ടയും ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കോരി മാറ്റാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ ചതച്ചതിട്ട് കൊടുക്കാം. നമുക്ക് ഇത് നമുക്കൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്ക് കോരി മാറ്റാം. ഇനി സബോള ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ലേശം മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് മുരിച്ചെടുക്കുന്നത് ഇത് നമുക്ക് ഒരാൾക്ക് കൊടുക്കാനാണ്. അത് കാരണം കൊണ്ടാണ് നമ്മൾ ഇത് കേടാവാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ ഈ പോർക്കിറച്ചി വരട്ടിയത് ആവശ്യമുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നതാണ്. അതിൽ വിളിച്ചാൽ മതി, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. നമുക്കിനി പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ കുറച്ചിട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. നമ്മുടെ എരിവിനനുസരിച്ച് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ വറുത്ത് കോരി വെച്ചില്ലേ, അതൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒരു 1.5 നാരങ്ങയുടെ നീരാണിത് ഒഴിച്ച് കൊടുക്കാം. ചെറുനാരങ്ങ. നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് പോലും വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ. വെള്ളം ഒഴിച്ചാൽ നമ്മുടെ പോർക്കിറച്ചി വരട്ടിയത് കേടായി പോകും. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് നമുക്ക് മൂടി വയ്ക്കാം. നമുക്ക് തുറന്ന് നോക്കാം. ഇത്ര മതി. ഇനി ഇത് എത്ര ദിവസം ഇരുന്നാലും കേടാവില്ല കേട്ടോ. അടിപൊളിയാണ്. പോർക്കിറച്ചി വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. കഴിക്കാൻ പറ്റുന്ന ആൾക്കാർ കേട്ടോ. പറ്റാത്ത ആൾക്കാർ ഇത് കാണേ വേണ്ട. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നിങ്ങൾ ലൈക്കൊന്നും ചെയ്യാനൊന്നും മറന്നു പോകരുതേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ടാറ്റാ, ബൈ ബൈ.